ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്കിനി വീഡിയോസൊക്കെ എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഷോപ്പാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് രാവിലെ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളതാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുകൂടാതെ കുക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ഫേസ് പാക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഷോപ്പൊക്കെ തുറന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ വന്നതാണ്. അപ്പോൾ എന്തായാലും ഈ പാക്ക് ഇട്ട ശേഷം പിന്നെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടിയൊക്കെ ഒന്ന് മേലേക്ക് ഒന്ന് കെട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഹെയറൊക്കെ മേലേക്ക് കെട്ടിയിട്ട് നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ കറക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഒരു സ്ക്രബ്ബറാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ പാക്ക് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യണം. നമ്മൾ മന്ത്ലി വൺസൊക്കെ സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. ഇത് വന്നിട്ടൊരു തക്കാളിയുടെ ഒരു കഷ്ണവും പിന്നെ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ് കേട്ടോ. നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള അഴുക്കുകളൊക്കെ നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ഇടയ്ക്ക് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഡെയിലി ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. എന്താ പറയുക, 2 ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ സ്ക്രബ് ചെയ്താൽ മതി. ഒരു തക്കാളീനെ 2 പീസാക്കിയ ശേഷം അതിനൊന്ന് 3-4 വരഞ്ഞു വിടുക കേട്ടോ. തക്കാളി ഇത്തിരി കട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്ന് നടുവിൽ 2-3 വരകളൊക്കെ എന്നിട്ട് പഞ്ചസാര നന്നായിട്ട് അതിൽ ആവും. പിന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് നല്ല ഈസിയാണ് കേട്ടോ. സ്ക്രബ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്യാൻ പാടില്ല കേട്ടോ. മസാജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാർഡായിട്ട് ചെയ്യാൻ പാടില്ല. സോഫ്റ്റായിട്ട് ചെയ്യുക കേട്ടോ. സോഫ്റ്റായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു 3 മിനിറ്റിന് ശേഷം നന്നായി വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പാർലറിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ആദ്യം അവർ സ്ക്രബ് ചെയ്യും, എന്നിട്ടാണ് ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് ശേഷം 2-3 മിനിറ്റിന് ശേഷം അതൊന്ന് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നന്നായി വാഷ് ചെയ്ത ശേഷം ഇനി നമുക്കൊന്ന് എന്താ പറയുക, നമ്മുടെ ഫേസ് പാക്ക് എന്താണെന്ന് നോക്കാം കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോ കിട്ടുന്ന ഫേസ് പാക്ക് എന്താണെന്ന് നോക്കാം. 2 പ്രോഡക്റ്റ് മാത്രമാണ് കേട്ടോ ഈ ഫേസ് പാക്കിൽ ഉള്ളത്. ആകെ 2 പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇത് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് പോണതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നൊക്കെ നമുക്കിത് ചെയ്യാം. നല്ല ഗ്ലോ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഫേസ് കുറച്ച് നല്ലൊരു ഗ്ലോ ആയ പോലെ ഒരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ. അത് എന്തെന്ന് ഫേസ് പാക്ക് ഇട്ടാലും നമുക്ക് ഫസ്റ്റ് തന്നെ അങ്ങനെ ഒരു ഫീല് വരും എന്തായാലും. പിന്നെ തക്കാളി നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാൻ സഹായിക്കുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് മുൾട്ടാനി മിട്ടിയാണ് കേട്ടോ. അത് ബഞ്ചാറസിൻ്റെ മുൾട്ടാനി മിട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യത്തിന് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു സ്പൂണോളുണ്ടാവും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റോസ് വാട്ടറാണ് കേട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ നമ്മുടെ ഫേസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോ ആവാനായിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബഞ്ചാറസിൻ്റെ തന്നെയാണ് കേട്ടോ റോസ് വാട്ടർ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് 2ഉം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അത് മുൾട്ടാനി മിട്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അത് കണ്ടില്ലേ, റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫേസിൽ നമ്മൾ സ്ക്രബ് ചെയ്തൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഫേസിൽ നമുക്ക് ഈ ഫേസ് പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് ഫുള്ളായിട്ട് നന്നായിട്ട് കവർ ചെയ്യുന്ന പോലെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് മുൾട്ടാനി മിട്ടി നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാനും പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ.
നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. ഇത് നമുക്ക് വീക്കിലി വൺസ് ഒക്കെ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവും. കെമിക്കലൊന്നും ഇല്ലാത്ത സംഭവം നാച്ചുറൽ ആയിട്ടുള്ളതായതുകൊണ്ട് നമ്മുടെ ഫേസിനൊന്നും ഒരു എന്താ പറയുക നെഗറ്റീവും നമുക്ക് വരാനില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാട്ടോ. നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആവാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അത് കുറഞ്ഞു വരും കേട്ടോ. പെട്ടെന്ന് തന്നെ ആയില്ല, എന്നാലും കുറഞ്ഞു വരും കേട്ടോ. ഇത് നാച്ചുറൽ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് പേടിക്കാതെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇതിന് യാതൊരുവിധ ദോഷങ്ങളോ അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫേസ് ഫുള്ളായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 20 മിനിറ്റോളം നമ്മുടെ ഫേസിൽ വെക്കണം. ഫുള്ളായിട്ട് ഡ്രൈ ആവണമെന്നില്ല, ഒരു 20 മിനിറ്റ് ടൈം വെച്ചാൽ മതി കേട്ടോ. ഇത് പേടിക്കാതെ തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ഡെയിലി നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ടിരിക്കാം. അല്ലാണ്ട് ഇതിന് വേണ്ടി പ്രത്യേക സമയം കണ്ടെത്തി ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നോക്കണം, നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ. നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായി അതുപോലെ തന്നെ നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആഴ്ചയിലൊരിക്കലൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല വേറെ കുറേ എന്താ പറയുക നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ ഫേസ് പാക്കുകളൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പണ്ടൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുമ്പത്തെ വീഡിയോസൊക്കെ അതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ അതാ നമ്മൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. 20 മിനിറ്റ് ആയിട്ടോ. ഫേസ് നല്ല മാറ്റമുണ്ട്, നല്ല ഗ്ലോ ആയിട്ടുണ്ട്, നല്ല സ്കിന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, സ്മൂത്തി ആയിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. സ്കിന്ന് കുറച്ച് ടൈറ്റ് ആയ പോലെയൊക്കെ ഒരു ഫീൽ ആവുന്നുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫേസ് പാക്കാണ് കേട്ടോ. മുൾട്ടാനി മിട്ടിയും റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്ത അടിപൊളി ഗ്ലോ ആണ് കേട്ടോ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഫേസ് നല്ല അടിപൊളിയാവും. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് അലോവേര ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു മോയ്സ്ചറൈസർ ക്രീം ഉണ്ടെങ്കിലും അത് അപ്ലൈ ചെയ്താലും മതി. ഏത് ഫേസ് പാക്ക് ഇട്ടാലും അതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് പറ്റിയൊരു അടിപൊളി ടിപ്പൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് അടുക്കളയിൽ പണിയുണ്ടല്ലോ, അത് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഇന്ന് കറികളൊന്നും സ്പെഷ്യലായിട്ട് അത്രയ്ക്കൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇന്ന് എന്താണെന്നറിയാൻ വെക്കുന്നത്, ഇന്നൊരു അടിപൊളി ടൊമാറ്റോ റൈസാണ് വെക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ള തക്കാളിച്ചോറ് കേട്ടോ. തക്കാളിച്ചോറ് അടിപൊളിയായിട്ടുള്ളത് എങ്ങനെ വെക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു കേട്ടോ. അതിനുശേഷം പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു 7 എടുത്തിട്ടുണ്ട്. അതിന് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ട്. പിന്നെ തക്കാളി ഒരു 5 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് തന്നെ ഇത്തിരി കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി കൈകൊണ്ട് നന്നായി കുഴച്ച് പിഴിഞ്ഞെടുക്കാം കേട്ടോ. തക്കാളി ഇത്തിരി ഹാർഡായിട്ടുണ്ടായിരുന്നു, ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടാണെങ്കിലും പിന്നെയും നല്ല ഹാർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, കൈകൊണ്ട് കുറേ നേരം കശക്കി നോക്കിയിട്ടോ ശരിയാവണില്ല. അപ്പം ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. അല്ലാണ്ട് തക്കാളി ഉടയും. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ നന്നായി ഞെരടി എടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്തായാലും മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച്, നെയ്യുണ്ടെങ്കിൽ നെയ്യും കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു, എന്നിട്ട് കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി കടുക് പൊട്ടിയ ശേഷം നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ഇടുക കേട്ടോ. വലിയ ജീരകം പറയില്ലേ, പെരിഞ്ജീരകം, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ചെറിയ കഷ്ണം പട്ടയും അതുപോലെ തന്നെ 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. അതിന് മുമ്പ് എന്താ പറയുക, ഇത് കടലപ്പരിപ്പാണ് കേട്ടോ. കടലപ്പരിപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, ഒരു ബ്രൗൺ കളർ വരുന്നവരെ കേട്ടോ. അപ്പോൾ അതാ നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, വറമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയ ശേഷം കാശ്മീരി ചില്ലി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
പിന്നെ അതിൻ്റെ മുളകിൻ്റെ മണമൊക്കെ പോയ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി നന്നായി കശക്കി നമ്മൾ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി തക്കാളിയുടെയും എല്ലാത്തിൻ്റെയും പച്ചമണം പോണ വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ചൂടാക്കി ഇതുപോലെ ഇത്തിരി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയുടെ മണമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ ഒക്കെ മണം പോയി നല്ല അടിപൊളി നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാല റൈസിൽ മൊത്തം ആവുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി വിടണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തക്കാളി ചോറ് ഇതെല്ലാം മസാല എല്ലാത്തിലും പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ, ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഞാനിവിടെ വഴുതനങ്ങ ഫ്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. വഴുതനങ്ങ വറുക്കുകയാണ് കേട്ടോ. വഴുതനങ്ങ എന്താ പറയുക റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി പുരട്ടിയിട്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. കോൺഫ്ലവർ ഇടണമായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി, കോൺഫ്ലവർ ഇട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. കോൺഫ്ലവർ ഇട്ടില്ലെങ്കിൽ ഇത് നല്ല ടേസ്റ്റായി വരും കേട്ടോ. വഴുതനങ്ങ ഫ്രൈ സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ഈ പാനിലേക്ക് വഴുതനങ്ങ എല്ലാം ഒന്ന് വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ടൊമാറ്റോ റൈസ്, അതുപോലെ തന്നെ വഴുതനങ്ങ ഫ്രൈ, പിന്നെ കടുമാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് എണ്ണയൊക്കെ മേലാകെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മോൾക്ക് സ്കൂൾ തുറന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെയായിരിക്കും കേട്ടോ. അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് വേണം പറയും കേട്ടോ. വഴുതനങ്ങ ഈ ചാറിലിട്ടാലും സാമ്പാറിലിട്ടാലും ഒന്നും കഴിക്കില്ല. പക്ഷേ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ റൈസ്, അതുപോലെ തന്നെ എന്താ പറയുക വഴുതനങ്ങ ഫ്രൈ, പിന്നെ കടുമാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഈ വഴുതനങ്ങ പിന്നെ വെറുതെ കഴിക്കാനും സൂപ്പറായിരുന്നു കേട്ടോ. വഴുതനങ്ങ കഴിക്കാത്തവരും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്താൽ കഴിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ ചെയ്ത് നോക്കി. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു റെസിപ്പി ഞാനൊരു ദിവസം ഇടാം കേട്ടോ. ഇത് ഞാൻ സിമ്പിളായിട്ട് അങ്ങനെ പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ അതെന്തായാലും വറുക്കുന്നതിൻ്റെ വീഡിയോ ഒരു ദിവസം ഇടാം. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്തായാലും അടിപൊളിയായി. ടൊമാറ്റോ റൈസ്, വഴുതനങ്ങ ഫ്രൈ, അതുപോലെ കടുമാങ്ങ അച്ചാർ. അപ്പോൾ അതൊക്കെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്തത്. വൈകുന്നേരം പാല് വാങ്ങിക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ 5-5:30 ആവും പാല് വരാൻ. മുമ്പ് 4:30 ആയിരുന്നു, പിന്നെ അത് 5 ഇപ്പോൾ 5:15 5:30 ആവുന്നുണ്ട് കേട്ടോ പാല് വരാൻ. നമ്മൾ 1/2 ലിറ്റർ പാലാണ് വാങ്ങിക്കുക കേട്ടോ. സൈക്കിൾ പാലാണ് വാങ്ങിക്കുക. അപ്പോൾ പാക്കറ്റ് പാൽ അധികം വാങ്ങിക്കാറില്ല കേട്ടോ. എപ്പോഴെങ്കിലും തന്നെ പാല് തികഞ്ഞില്ലെങ്കിൽ മാത്രമേ മിൽമ വാങ്ങിക്കുള്ളൂ അടുത്തുള്ള കടയിൽ നിന്ന്. അപ്പോൾ അധികം നമ്മളിവിടുന്ന് സൈക്കിൾ പാലാണ് കേട്ടോ വാങ്ങിക്കുക. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. പിന്നെ വൈകുന്നേരത്തെ ഷോപ്പ് അടയ്ക്കലാണ് കേട്ടോ. അപ്പോൾ ഷോപ്പ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഷോപ്പൊക്കെ വൈകുന്നേരം അടയ്ക്കുക. സിമ്പിളാണ്, ജസ്റ്റ് ആ ടാർപ്പായൊന്ന് വലിച്ചിട്ടിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പുറത്ത് ഗ്രില്ലാണല്ലോ, അത് ജസ്റ്റ് ഒന്ന് അടച്ചാൽ മതി. പിന്നെ ഫ്രണ്ടിലുള്ള ചെടിച്ചട്ടികളും അതൊക്കെ ടാർപ്പായൊക്കെ ഇട്ട് കെട്ടി വെച്ചു കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ രാവിലെയും വൈകുന്നേരം ഇത് മാത്രം ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ ഇനി രാത്രിക്കുള്ള ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം കേട്ടോ. ഷോപ്പ് അടച്ച് പോയ ശേഷം വേണം ഇനി രാത്രി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് എന്തായാലും തക്കാളിച്ചോറല്ലേ, അപ്പോൾ അത് രാത്രിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നു, അളവായിട്ട് ഞാൻ വെച്ചുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചതുകൊണ്ട് രാത്രി എന്തായാലും അത് കഴിക്കില്ല. രാത്രി ഒരു എന്തെങ്കിലും ടിഫിൻ ഉണ്ടാക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഷോപ്പൊക്കെ അടച്ച് ഞാൻ വന്നു, അടുക്കളയ്ക്ക് വന്നു. അപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയും ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കും മോൾക്കും ചപ്പാത്തിയും, കണ്ണം ചേച്ചി പിന്നെ ദോശയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ മുട്ടക്കറിയാണ് വെക്കുന്നത്. ഉച്ചയ്ക്ക് കറിയൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ചപ്പാത്തിക്ക് സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും കാണണം. അപ്പോൾ ഒരു മുട്ടയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളൊരു മുട്ടക്കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വെക്കാൻ പറ്റും. സവാളയും തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി വഴറ്റി, കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല എല്ലാം ഇട്ടിട്ട് വഴറ്റിയ ശേഷം ഒരു മുട്ടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു സിമ്പിൾ തട്ടിക്കൂട്ട് മുട്ടക്കറി റെഡിയാവും. അതാണ് കേട്ടോ നമുക്കിന്ന് നൈറ്റിന് കഴിക്കാനുള്ളത്.
അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ണം ചേച്ചി. പിന്നെ അപ്പുറത്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കണ്ണം ചേച്ചീനെ ദോശയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പം മോളത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മോള് ഹാളിൽ ഒറ്റയ്ക്ക് ഇരിക്കില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അടുക്കളയിലായപ്പോൾ മോള് ഹാളിൽ ഒറ്റയ്ക്ക് ഇരിക്കില്ല, ഞാനും ഇവിടെ വന്നിരിക്കുക പറഞ്ഞിട്ട് അത് അവളവിടെ ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ വെച്ചു, ഇതാ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും മുട്ടക്കറിയും, തട്ടിക്കൂട്ട് മുട്ടക്കറിയും തന്നെ പറയാം കേട്ടോ, അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മേലൊക്കെ കഴുകി വന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. കണ്ണം ചേച്ചി ദോശയൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ ഞാനും മോളും കൂടിയിട്ട് ഹാളിലിരുന്ന് ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് രാത്രിക്കുള്ളത് ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ. ചോറ് ഡെയിലി ഒഴിവാക്കുന്നതാണ് നല്ലത് കേട്ടോ. നമുക്ക് രാത്രിയൊക്കെ ചോറ് ഒഴിവാക്കി ടിഫിനൊക്കെ ആക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് എന്താ പറയുക ബാക്കിയൊക്കെ വന്നാൽ കളയണ്ട വിചാരിച്ചിട്ട് കഴിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ടിഫിനൊക്കെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴും ചോറ് വയ്ക്കുമ്പോൾ എന്തായാലും കുറച്ച് ബാക്കി വരും, അപ്പോൾ അത് കളയണ്ട പറഞ്ഞിട്ട് പിന്നെ ഞാനിത് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് പിന്നെ തക്കാളിച്ചോറ് ആയതുകൊണ്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ചപ്പാത്തി മുട്ടക്കറിയാണ് രാത്രിക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.